ഇന്നത്തെ വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ആണ്. ഈ രണ്ട് വേർഡ്സ് തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചാണ്. അതല്ല എങ്കിൽ ഈ രണ്ട് വേർഡ്സ് എവിടെ നമ്മളൊരു സെന്റൻസിൽ യൂസ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. വൺ, വൺസ്. വീഡിയോ നോക്കാം. ഈ സെന്റൻസ് നോക്കിയേ. ഐ ഹാവ് എ കാർ ബട്ട് ഐ നീഡ് എ ന്യൂ കാർ. എനിക്ക് ഒരെണ്ണം ഓൾറെഡി ഉണ്ട്, എന്നാലും എനിക്കൊരു പുതിയ കാർ വേണം അല്ലെ. അപ്പൊ ഞാൻ പറയുന്നത് ഐ ഹാവ് എ കാർ ബട്ട് ഐ നീഡ് എ ന്യൂ കാർ. ഇവിടെ ഈ നൗൺ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇത്തരം സിറ്റുവേഷനിൽ നൗണിന്റെ ആവർത്തനം ഒഴിവാക്കാനായിട്ട് നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാം? വൺ അല്ലെങ്കിൽ വൺസ് യൂസ് ചെയ്യാം. നോക്കിയേ, ഐ ഹാവ് എ കാർ ബട്ട് ഐ നീഡ് എ ന്യൂ വൺ. ഈ വൺ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അതിന് മുന്നിൽ പറഞ്ഞ നൗൺ, ഇവിടെ കാറിന്. അപ്പൊ ഒരു നൗണിന് പകരമാണ് നമ്മൾ വൺ അല്ലെങ്കിൽ വൺസ് എന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. റിപ്പീറ്റ് ചെയ്ത് വരുന്ന നൗണിന് പകരം, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. റിപ്പീറ്റ് ചെയ്ത് വരുന്ന നൗണിന് പകരമാണ് നമ്മൾ വൺ അല്ലെങ്കിൽ വൺസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നൗണിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സിനെ നമ്മൾ പറയുന്നത് പ്രോനൗൺ എന്നാണ്. അപ്പൊ ഒരു സെന്റൻസിൽ ഒരു പ്രോനൗൺ ആയിട്ടാണ് വൺ അല്ലെങ്കിൽ വൺസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ സെന്റൻസില് കാർ എന്നത് മാറ്റി വൺ എന്ന് എഴുതുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് ഇത് മുന്നു പറഞ്ഞ നൗണിനെയാണ് കാണിക്കുന്നതെന്ന്. അടുത്ത സെന്റൻസ് നോക്കിയേ. ഐ ഡോണ്ട് ലൈക്ക് ദ റെഡ് ഷൂസ് ബട്ട് ഐ ലൈക്ക് ദ ഗ്രീൻ ഷൂസ്. ഐ ഡോണ്ട് ലൈക്ക് ദ റെഡ് ഷൂസ് ബട്ട് ഐ ലൈക്ക് ദ ഗ്രീൻ ഷൂസ്. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ ഷൂസ് എന്ന നൗൺ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അല്ലെ. ഷൂസ് എന്ന നൗൺ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ആവർത്തനം ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാം എന്നാണ് പറഞ്ഞത്? വൺ അല്ലെങ്കിൽ വൺസ് യൂസ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. വൺ നമ്മൾ സാധാരണ ഒരെണ്ണത്തെ കാണിക്കാനാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. വൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരെണ്ണത്തിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ വൺസ് നമ്മൾ ഒന്നിൽ കൂടുതൽ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ കാറ്റഗറിനെ റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ വൺസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ബട്ട് ഐ ലൈക്ക് ദ ഗ്രീൻ ഷൂസ് എന്നതിന് പകരം നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാം? ഗ്രീൻ വൺസ് എന്ന് യൂസ് ചെയ്യാം. ഐ ഡോണ്ട് ലൈക്ക് ദ റെഡ് ഷൂസ് ബട്ട് ഐ ലൈക്ക് ദ ഗ്രീൻ വൺസ്. ഇവിടെ ഈ വൺസ് എന്നത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്? അതിന് മുന്നേ പറഞ്ഞ നൗണിനെയാണ് ഉദ്ദേശിക്കുന്നത്, ഷൂസിനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. Don't buy that camera. Don't buy that camera. Buy the other camera. Buy the other camera. So same noun തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ വായിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നുമല്ലേ ഈ റിപ്പീറ്റേഷൻ നമുക്ക് ഒഴിവാക്കണം എന്ന്. അപ്പൊ ഇതിന് പകരം ബൈ ദ അതർ വൺ, ഒരെണ്ണുള്ളൂ. അപ്പൊ നമുക്ക് യൂസ് ചെയ്യാം വൺ. ഡോണ്ട് ബൈ ദാറ്റ് ക്യാമറ ബൈ ദ അതർ വൺ. ഈ വൺ എന്തിനെയാണ് കാണിക്കുന്നത്? മുന്നേ പറഞ്ഞ ക്യാമറയെ തന്നെയാണ്. ഡോണ്ട് ബൈ ദാറ്റ് ക്യാമറ ബൈ ദ അതർ വൺ. ഡോണ്ട് ബൈ ദോസ് ഓറഞ്ചസ് ബൈ ദ അതർ ഓറഞ്ചസ്. ഡോണ്ട് ബൈ ദോസ് ഓറഞ്ചസ് ബൈ ദ അതർ ഓറഞ്ചസ്. ഇവിടെ ഒരേ നൗൺ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ആവർത്തനം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് എഴുതാം വൺസ്. ഒന്നി കൂടുതലുണ്ട്, അപ്പോ വൺസ്. ഡോണ്ട് ബൈ ദോസ് ഓറഞ്ചസ് ബൈ ദ അതർ വൺസ്. ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുമല്ലേ ഈ വൺസ് എന്ന് പറയുന്നത് ഓറഞ്ചസിനെ തന്നെയാണ്. ഇതെല്ലാം വൺസ് വെച്ച് പറയുന്ന ചില എക്സ്പ്രഷൻസ് ആണ്. വിച്ച് വൺസ്, ദ ഗുഡ് വൺസ്, ദ ബാഡ് വൺസ്, ദ ലിറ്റിൽ വൺസ്, ദ ഓൾഡ് വൺസ് എന്നിങ്ങനെ. അപ്പൊ ഇന്നത്തെ വീഡിയോ വൺ അല്ലെങ്കിൽ വൺസിനെ കുറിച്ചായിരുന്നു. സെന്റൻസില് ആവർത്തിച്ചു വരുന്ന നൗണിനെ ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ വൺ അല്ലെങ്കിൽ വൺസ് എന്ന വേർഡ് യൂസ് ചെയ്തത്. അപ്പൊ നൗണിന് പകരമായിട്ട് വരുന്ന വേർഡ് ഒരു പ്രോനൗൺ ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെ. ഒരു നൗൺ ഉള്ളൂ അല്ലെങ്കിൽ ഒരെണ്ണം ഉള്ളൂ എങ്കിൽ അവിടെ നമ്മൾ വണ്ണും, ഒരു പ്ലൂറൽ കോൺസെപ്റ്റിലാണ് നമ്മൾ വൺസും യൂസ് ചെയ്യുന്നത്. തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.